പ്രിയമുള്ളവരെ, ഞാൻ ഒരു ചെറിയ കഥ പറയുകയാണ്. കഥയുടെ പേര് കഷ്ടപ്പാടിൻ്റെ ദുരിതം. ഒരു കൊച്ചു ഗ്രാമം. ആ ഗ്രാമത്തിൽ ഒരമ്മയും മകളും മാത്രം താമസിക്കുകയാണ്. അമ്മ കൂലിപ്പണിയെടുത്തും വീട്ടുവേല ചെയ്തും മകളെ വിദ്യാസമ്പന്നയായിക്കൊണ്ടിരിക്കുകയാണ്. അമ്മ കാലം ചെല്ലും തോറും അവശയായിക്കൊണ്ടുവരികയാണ്. വേല ചെയ്യാൻ നിവൃത്തിയില്ലാത്തൊരവസ്ഥ വന്നുകൊണ്ടിരുന്നു. അപ്പോഴേക്കും മകൾ നല്ല വിദ്യാഭ്യാസമായി കഴിഞ്ഞു. പക്ഷേ അതുകൊണ്ടൊന്നും ആയില്ല. അവർക്കൊരു തൊഴിൽ വേണം. അവർക്കൊരു തൊഴിലുണ്ടെങ്കിൽ മാത്രമേ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. എന്നും രാവിലെ അവൾ എവിടെയെങ്കിലും ഒരു ജോലി കിട്ടുമോ എന്നന്വേഷിച്ച് ഇറങ്ങും. പല വാതിലുകളും മുട്ടി. പക്ഷേ ആരും ഒരു തൊഴിൽ കൊടുക്കാൻ തയ്യാറായില്ല. എല്ലാവർക്കും ആവശ്യം മറ്റെന്തൊക്കെയാണ്. പക്ഷേ അവൾ അതിന് തയ്യാറായില്ല. ദിവസങ്ങൾ കടന്നുപോയിക്കൊണ്ടിരുന്നു. അങ്ങനെ ഒരു ദിവസം അമ്മയോട് അവൾ പറഞ്ഞു, അമ്മേ, നമ്മുടെ നാട്ടിൽ നിന്നാൽ ഒരു ജോലി കിട്ടില്ല. ആരും അത് തന്ന് സഹായിക്കാൻ അതിന് തയ്യാറാവില്ല. ഞാൻ മറ്റെങ്ങോട്ടെങ്കിലും പോയി എന്തെങ്കിലും ഒരു ജോലി കിട്ടുമോ എന്ന് അന്വേഷിക്കാം. മകളെ, പ്രായമായ ഒരു പെൺകുട്ടിയാണ് നീ ഒറ്റയ്ക്ക് പോയിക്കഴിഞ്ഞാൽ അതിൻ്റെ അവസ്ഥ എന്താകും? ഒന്നുമില്ല അമ്മേ, എനിക്കൊന്നും സംഭവിക്കില്ല. എന്നെ സൂക്ഷിക്കാൻ എനിക്കറിയാം. അവൾ ആത്മധൈര്യത്തോടു കൂടി അമ്മയ്ക്ക് ധൈര്യം കൊടുത്തു. ഒരു ദിവസം അവൾ അമ്മയോട് യാത്ര പറഞ്ഞു. അവൾ ലക്ഷ്യമില്ലാത്തൊരു യാത്രയിൽ ദിവസങ്ങൾ കടന്നുപോയി. എവിടെയോ ചെന്നെത്തിയത് നല്ലൊരു സിറ്റിയിലായിരുന്നു. അവിടെ പെട്ടെന്നാരെയും പരിചയപ്പെടാനോ ഒരു ജോലി കണ്ടെത്തുവാനോ അവൾ അവിടെ ഒരു താമസ സൗകര്യം ശരിപ്പെടുത്തി. എന്നിട്ട് ദിവസവും ഒരു തൊഴിൽ അന്വേഷിച്ച് അവൾ നടന്നു. പലയിടത്തും അലഞ്ഞു. അവസാനം അവൾ തീരുമാനിച്ചു, വീട്ടുപണിയെടുത്തെങ്കിലും ജീവിതം കരുപിടിപ്പിക്കണം, ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം. അങ്ങനെ അവൾ ഒരു വീട്ടുപണിയെടുക്കുവാൻ അവർ ചെന്നു. അവിടെയും അവർക്ക് ഒരുപാട് ദിവസങ്ങൾ തള്ളി നീക്കുവാൻ കഴിഞ്ഞില്ല. അവിടെയും ലക്ഷ്യങ്ങൾ മറ്റും വലുതായിരുന്നു. അങ്ങനെ അവൾ പല വീടുകളും വീട്ടുപണിയെടുത്തു. കിട്ടിയ പൈസയ്ക്ക് അമ്മയുടെ പേരിൽ മണി ഓർഡർ അയച്ചു. അതിനിടയിലും ഒരു ചതി നടന്നു. ആ പൈസ അവളുടെ അമ്മയുടെ കയ്യിലെത്തിയില്ല. അത് മറ്റാരോ കവർന്നെടുക്കുകയായിരുന്നു. അങ്ങനെ ദിവസങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കവേ ഒരു സ്ത്രീ മാത്രം ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരു വീട്ടിൽ അവൾ ചെന്നെത്താൻ ഇടയായി. അവർ അല്പപ്രായക്കൂടുതലുണ്ട്. എങ്കിലും അവർ നല്ല വിദ്യാസമ്പന്നയും സാമൂഹികപരമായി നല്ല കഴിവും എല്ലാ തരത്തിലുള്ള കഴിവുകളും സാമർഥ്യങ്ങളുമുള്ള ഒരു സ്ത്രീയായിരുന്നു. പക്ഷേ അവർ ഒറ്റയ്ക്കാണ്. അവരുടെ മക്കളെല്ലാം വിദേശത്തും മറ്റ് രാജ്യങ്ങളിലുമാണ്. അങ്ങനെ ഇരിക്കവേ ചാന്ദിനി ആ വീട്ടിൽ എത്തപ്പെട്ടു. അവരോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു. ശരി, നീ ഇവിടെ നിന്നോ, ഞാൻ നോക്കട്ടെ. അങ്ങനെ ചാന്ദിനി അവർക്ക് വേണ്ടുന്ന ഹെൽപ്പുകളും സഹായങ്ങളും വീട്ടുവേലകളും എല്ലാം കൂടി ചെയ്ത് കൊടുത്തപ്പോൾ അവർക്ക് വലിയ സന്തോഷമായി. അവളെ വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരു പെൺകുട്ടിയാണെന്ന് അവർക്ക് മനസ്സിലായി. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയിക്കൊണ്ടിരുന്നു. അങ്ങനെ ഒരു ദിവസം അവൾ പറഞ്ഞു, ഞാനെന്നും ഇങ്ങനെ കഴിഞ്ഞാൽ മതിയോ? എനിക്ക് എന്തെങ്കിലും ഒരു സ്ഥാപനത്തിലോ എന്തെങ്കിലും ഗവൺമെൻറ് സ്ഥാപനത്തിലോ എവിടെയെങ്കിലും ഒരു ജോലി സംഘടിപ്പിക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ അതൊരു സഹായമായനെ. ഞാൻ രാവിലെ അമ്മയുടെ കാര്യങ്ങളെല്ലാം നോക്കി, വൈകുന്നേരത്ത് വന്ന് അമ്മയ്ക്ക് വേണ്ടുന്ന സപ്പോർട്ടുകളും കാര്യങ്ങളൊക്കെ ചെയ്തോളാം. ഒരു ജോലി എനിക്ക് സംഘടിപ്പിച്ചിരുന്നു. അവർ മൗനയായി നിന്നു. കുറേ കഴിഞ്ഞിട്ട് അവളോട് പറഞ്ഞു, ശരി, നിനക്ക് ഞാൻ ഒരു ജോലി സംഘടിപ്പിച്ചു തരാം. അങ്ങനെ അവർക്ക് പരിചയമുള്ള പലരെയും കോണ്ടാക്ട് ചെയ്തു. അവസാനം അവൾക്കൊരു ജോലി ഒത്തുകിട്ടി. വളരെ ദൂരമല്ലാത്ത സ്ഥലത്ത്
അവൾക്ക് ജോലി എത്തിവിട്ടി. അങ്ങനെ അവൾ ജോലിയിൽ പ്രവേശിച്ചു. അപ്പോഴേക്കും ദിവസങ്ങളും മാസങ്ങളുമൊക്കെ വർഷങ്ങളുമൊക്കെ കടന്നു പോയിക്കൊണ്ടിരുന്നു. അങ്ങനെ അവൾ ഒരു ദിവസം അവരോട് പറഞ്ഞു, എനിക്ക് എൻ്റെ അമ്മയെ ഒന്ന് കാണണം, കുറേ നാളായില്ലേ, അവർക്കും മക്കളുള്ളതല്ലേ, അവർക്കും അലിവ് തോന്നി. ശരി, നീ എൻ്റെ നാട്ടിൽ പോയി നിൻ്റെ അമ്മയെ കണ്ടിട്ട് വരൂ, ഓഫീസിൽ നിന്നും അനുവാദം വാങ്ങണം. അവിടുത്തെ MD പറഞ്ഞ് അവൾ അവിടെ നിന്ന് അനുവാദം വാങ്ങി. അങ്ങനെ അവൾ നാട്ടിലേക്ക് തിരിച്ചു. ഒരു കോരിച്ചൊരിയുന്ന മഴ, ഇടിയും മിന്നലും, പകലാണെങ്കിലും വളരെ ദുർഗ്രഹമായ ഒരവസ്ഥ. അവൾ ഒരു ഓട്ടോ പിടിച്ച് അവളെ വീട്ടിലേക്കെത്തി. കോരിച്ചൊരിയുന്ന മഴയും ഇടിയും മിന്നലും ഉള്ള ആ രാത്രിയിൽ, ആ സന്ധ്യാസമയത്ത് അവൾ ആ വാതിലിൽ മുട്ടി. ആ വാതിൽ മെല്ലെ തുറക്കപ്പെട്ടു. നോക്കുമ്പോൾ തൻ്റെ അമ്മ വളരെ അവശയായി കിടക്കുകയാണ്. അങ്ങനെ അമ്മയുടെ അരികിൽ ഓടിയെത്തി അവളെ അമ്മയെ താങ്ങിയെടുത്തു. കയ്യിൽ ഒരു കയ്യിലമർത്തിക്കൊണ്ട്, അമ്മേ, ഞാൻ വന്നു അമ്മേ, അമ്മ കണ്ണു തുറക്കാമേ, ഞാൻ അമ്മയ്ക്ക് പണം അയക്കുന്നുണ്ടായിരുന്നു, അതൊന്നും അമ്മയ്ക്ക് കിട്ടിയില്ലേ? ഇല്ല മക്കളെ, ഒന്നും എൻ്റെ കയ്യിൽ കിട്ടിയില്ല. അവൾക്ക് സംശയമായി. അവൾ അതിനെക്കുറിച്ച് അന്വേഷിക്കുവാൻ അവൾ തീരുമാനിച്ചെങ്കിലും അമ്മയുടെ അവസ്ഥ വളരെ മോശമായതുകൊണ്ട് അപ്പോഴവൾ അതിനൊന്നും തയ്യാറായില്ല. ഒരു ദിവസം അമ്മയും മോളും വളരെ സന്തോഷമായി കഴിഞ്ഞു. പിറ്റേ ദിവസം അമ്മയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുവാൻ അവൾ തീരുമാനിച്ചു. അതിനു മുന്നും തന്നെ അവളുടെ അമ്മ ഈ ലോകം വിട്ട് പോയി കഴിഞ്ഞിരുന്നു. ദുഃഖത്തോടുകൂടി സങ്കടത്തോടുകൂടിയും അവൾ അവിടെ അമ്മയുടെ എല്ലാ കർമ്മങ്ങളും നിർവഹിച്ചു. ആ ചതിയനായ അവനെ കണ്ടെത്തുകയും ആ പൈസ മടക്കി മേടിക്കുകയും ചെയ്തു. എന്നിട്ട് അത് അമ്മയുടെ